ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 1 കിലോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ കണ്ടാലോ? ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ. ഒരു കേക്ക് ബോർഡിൽ ഒരു ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീം വെച്ച് ലെയറിൽ മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ഇതുപോലെ ചെയ്തെടുത്ത് അതിൽ കുറച്ച് സ്ട്രോബെറിയുടെ ഒരു സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇന്നത്തെ ഓർഡർ കേക്കാണ്. എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ തന്ന ഓർഡറാണ്. 1 കിലോ റെഡ് വെൽവെറ്റ് കേക്ക് 800 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. നോർമൽ ഇതാണ് കേട്ടോ, ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അല്ല. മൂന്നാമത്തെ ലെയറും വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ആവാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. മുകളിലും സൈഡിലും ഒക്കെ ക്രീം വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്ക് കട്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഒരു പാനിൽ ചൂടാക്കിയിട്ട് വീണ്ടും മിക്സിയുടെ ജാറിയിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് ഫൈൻ പൗഡറായിട്ട് കിട്ടും അതിൻ്റെ ക്രംസ്. അതൊരു അരിപ്പയിൽ കൂടി ഇട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ സൈഡിലൊക്കെ ക്രംസ് ഇട്ടിട്ട് ഷെൽ നോസിൽ വെച്ച് ഒരു ഡിസൈൻ കൊടുക്കാം. ഫോണ്ടൻറ്റിൽ പേരെഴുതി വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ ഈ ഡിസൈൻ മതി എന്ന് പറഞ്ഞു. ഇത് ഞാൻ 2-3 പ്രാവശ്യം ചെയ്ത ഡിസൈനാണ്. അപ്പോൾ റെഡ് ബട്ടർഫ്ലൈയാണ് ആദ്യം വെച്ചത്. അപ്പോൾ അതൊരു മാച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലാക്ക് കളർ വെച്ചു. എന്നിട്ട് കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണേ. താങ്ക് യു.